എന്ത് ഇത് നോക്ക് തുറന്നു നോക്കിട്ട് തുറക്ക് നോക്കിട്ട് മൂത്തുപോയി കാണ്ട് കർത്താവേ അസ്ഥി കൂടാ എടാ വല്ല ദൈവത്തിൻ്റെ പടം വല്ല വൈകടാ അതിനൊക്കെ അത്രയും പുണ്യം കിട്ടും നീ ആരടാ ഡ്രാക്കുള നീ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി പോവാ പാവാട വിഷമായി പോയാ നീ സാരി അടിച്ചത് കെട്ടിന്ന് പറയാം മനുഷ്യനായിട്ട് പാവാട അടിച്ചിട്ട് കടിച്ചു പോയി എന്താ ചിറകേളായി അവൾക്കൊരു സ്റ്റഡി ക്ലാസ് അത്യാവശ്യമാണ് അണ്ണ. അത് ശരിയാ. തുമ്മിയ പ്രിൻസിപ്പളിനോട് പോയി പറഞ്ഞു കൊടുക്കും. ഇതെന്താ LP സ്കൂളാ? ഇതുകൊണ്ട് പറഞ്ഞ അവളുമാര് അങ്ങനെ വിട്ടാ പറ്റില്ല. പോയി ചോരയുടെ അവളുമാരെടുത്ത്. നീ ബാക്ക് ബെഞ്ചസ് എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ആ ഓട്ടോയുടെ കാലിടുന്ന ബാക്ക് ബെഞ്ച് അല്ലേ? നീ അങ്ങനെ ആക്കണ്ട. ബാക്ക് ബെഞ്ചസ് ഈ കോളേജിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവന്റെയൊക്കെ പറച്ചിലേട്ടാ തോന്നുന്നു കേന്ദ്രമന്ത്രിസഭയാണെന്ന്. അതിലും പവർഫുള്ളാ. നിനക്കൊക്കെ അറിയാഞ്ഞിട്ടാ. മുൻബെഞ്ചിലെ പുസ്തകത്താളുകളിലെ അക്ഷരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് നീയൊക്കെ പഠിച്ച ക്ലാസ് റൂം അല്ല യഥാർത്ഥ ക്ലാസ് റൂം. അതറിയണമെങ്കിൽ മുൻബെഞ്ചിലെ തിരക്കുകൾക്കിടയിൽ നിന്ന് നീയൊക്കെ അലമുറയിട്ട് പഠിക്കുമ്പോ പുറകിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. ക്ലാസ്സിൽ ഏതെങ്കിലും ഒരുത്തൻ ലീവായാൽ അവന്റെ അറ്റൻഡൻസും കൂടി വിളിച്ചു പറയുന്നവരുടെ ക്ലാസ് റൂമാണ്. കൂട്ടത്തിൽ ഒരുത്തന് ഹോംവർക്ക് ചെയ്യാതെ പുറത്താക്കുമ്പോൾ ഞങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടും ഞങ്ങളും ചെയ്തില്ല ടീച്ചറെ എന്ന് പറഞ്ഞ് അവനോടൊപ്പം പുറത്തിറങ്ങി പോകുന്ന സൗഹൃദങ്ങളുടെ ക്ലാസ് റൂം. അല്ലാതെ പരീക്ഷയിൽ 100 മാർക്കിൽ 1 മാർക്ക് കുറഞ്ഞു പോയതിന് അലമുറയിട്ട് കരയുന്ന നിന്നെ പോലുള്ള പഠിപ്പിസ്റ്റുകളുടെ ക്ലാസ് റൂം അല്ല യഥാർത്ഥ ക്ലാസ് റൂം. ക്ലാസ്സിൽ പാസ് മാർക്ക് കിട്ടിയ എല്ലാവരെയും ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് ഡപ്പാങ്കുത്ത് കളിച്ച് അത് ആഘോഷിക്കുന്നവരുടെ ക്ലാസ് റൂം. പുസ്തകത്തിനും എക്സാമിനും ഹോംവർക്കിനും പുറത്ത് വിശാലമായൊരു ക്യാമ്പസ് ഉണ്ടെന്നറിയണം. അതറിയണമെങ്കിൽ എന്താളിയാ വിട്ടേ കളിയാ. എവിടെയെങ്കിലും പോയി നന്നാവുന്നെങ്കിൽ നന്നാവട്ടെ. ഇത്രയും പറഞ്ഞ് ഒപ്പിച്ചത് എനിക്കറിയാം.